അൻവിനച്ചാ, ആടാ ജോസഫേ വാ. അച്ഛാ സുഖാണോ? പിന്നല്ല, നമുക്ക് എന്താ കുഴപ്പം? അച്ഛാ ഞാൻ വന്നത് അച്ഛാ എനിക്ക് ചെറിയൊരു വിഷമം പറയാനുണ്ട് അച്ഛാ. എന്താണ്? അച്ഛൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കുമ്പസാരിച്ചോളൂ. ആ. പക്ഷെ എനിക്ക് ആ ഒരു വിശുദ്ധിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അച്ഛാ. എനിക്ക് അതൊരു വലിയൊരു വിഷമമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കാം എപ്പോഴും. അതാണല്ലേ ഒരു കാര്യമുണ്ട്. അതായത് നീ ടൂറ് പോവാറില്ലേ? ഞാൻ പോവാറുണ്ട് അച്ഛാ, കോളേജിൽ നിന്നൊക്കെ പോവാറുണ്ട്. ഈ ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോ നിന്റെ ഫോണിൽ എന്താ പറയാറ്, നിനക്ക് റേഞ്ച് കിട്ടാറുണ്ട്? അവിടെ ചെല്ലുമ്പോ കോൾ ചെയ്യാനൊന്നും പറ്റാറില്ല Network issue വരാറുണ്ട്. കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അത് നമ്മളെ ഫോൺ ടവറിന്റെ പരിധിയുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഫോൺ വിളിക്കാനും മെസ്സേജ് അയക്കാനും വീഡിയോ കോൾ വിളിക്കാനൊക്കെ പറ്റുള്ളൂ അല്ലെ? അതെ അച്ഛാ. ഇതുപോലെ നമ്മൾ ഈശോയുടെ പരിധിയുടെ ഉള്ളിൽ നിൽക്കണം. ഈശോയ്ക്ക് ഒരു റേഞ്ച് ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നാലാണ് നമുക്ക് ഇതുപോലെ ഈശോയെ കാണാനും സംസാരിക്കാനും ആ വിശുദ്ധി കീപ്പപ്പ് ചെയ്യാനും പറ്റുള്ളൂ. ഇനി ഈശോയുടെ പരിധി എന്ന് പറയുന്നത് നമ്മുടെ കൂദാശകളുടെ സ്വീകരണം, വിശുദ്ധ കുർബാന, കുമ്പസാരം, പിന്നെ നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയുടെ പങ്കാളിത്തം, ജപമാല ചൊല്ലി, പിന്നെ നിന്റെ നല്ല നന്മ പ്രവൃത്തികൾ, അങ്ങനെ പുണ്യത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ പരിധിയുടെ ഉള്ളിലായിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അച്ഛാ. ഈശോയുടെ പരിധി നിന്ന് പുറത്ത് പോയാൽ ഈ മൊബൈലിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈശോയുടെ പരിധിയുടെ ഉള്ളിലേക്ക് വായു എല്ലാം സെറ്റാവും.